നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഓണലഹരിയിൽ കാർഷിക മേഖല, വിലയിൽ മാറ്റമില്ലാതെ നാളികേര ഉൽപ്പന്നങ്ങൾ, ചരക്ക് നീക്കത്തിൽ കുറവ്. കാർഷിക മേഖല ഓണലഹരിയിലേക്ക് തിരിഞ്ഞതിനിടയിൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിൽ കുറവ് അനുഭവപ്പെട്ടു. പുലർച്ചെ മുതൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ മൂലം റബ്ബർ ടാപ്പിംഗിൽ നിന്നും കർഷകർ വിട്ടുനിന്നു. അതേസമയം വ്യാവസായിക മേഖലയിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റമില്ല. 4 ഗ്രേഡ് കിലോ 274 രൂപയിലും ലാറ്റക്സ് 192 രൂപയിലും നിലകൊണ്ടു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 270 രൂപയിൽ കൈമാറി. അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ താൽപ്പര്യം കാണിച്ചെങ്കിലും ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ കിലോ 438 യെന്നിൽ സ്റ്റഡിയാണ്. ദക്ഷിണേന്ത്യൻ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. കേരളത്തിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം മൂലം കാങ്കയം മാർക്കറ്റിൽ വെളിച്ചെണ്ണ 22,850 രൂപയിൽ സ്റ്റഡി. കൊച്ചിയിൽ പിന്നിട്ട 2 ആഴ്ചയായി എണ്ണവില 25,500 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിൽ 1,00,000 കിലോ ഏലക്ക എത്തിയതിൽ വലിയ പങ്കും ലേലം കൊണ്ടു. ഉത്തരേന്ത്യൻ ആവശ്യക്കാർക്കൊപ്പം കയറ്റുമതി മേഖലയിൽ നിന്നും ഏലത്തിന് എത്തിയ അന്വേഷണങ്ങളുടെ മികവിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,984 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ 3,889 രൂപയിലും കൈമാറി. മൊത്തം 50,103 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിൽ 49,190 കിലോയും വിറ്റഴിഞ്ഞു.